ചെയ്യാം, കസേരയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിലത്തിരുന്ന് ഒരു കാലെടുത്ത് ഒരു തുടക്കി മുകളിലോട്ട്. ഇതിന്റെ പേര് അർദ്ധ പത്മാസനം. എന്താണ് അർദ്ധ പത്മാസനം? അടുത്ത പത്മാസനം. അടുത്ത കാലം കൊടുത്ത് ഇതിന്റെ മേലോട്ട് വെക്കും. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഉപ്പൂറ്റി നാവിനോട് ചേർത്ത് ടച്ച് ചെയ്തിരിക്കും. നാവിനോട് ചേർത്ത് ടച്ച് ചെയ്തിരിക്കും ആ ഉപ്പൂറ്റി. എന്തിനു വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരഭാഗങ്ങളെല്ലാം നമ്മൾ ലോക്ക് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? ലോക്ക് ചെയ്യുമ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ നട്ടല് നിവർന്ന് കഴുത്ത് നേരിയെത്തിയിരിക്കും. കണ്ടില്ലേ? നട്ടല് നിവർന്ന്. അപ്പൊ നമ്മുടെ ഓക്സിജന്റെ ലെവല് നമ്മുടെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് പത്മാസനത്തിൽ ഇരിക്കുവാൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇപ്പം പറഞ്ഞ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ക്രോസ് ആയിട്ട് പിടിക്കുക. കണ്ടില്ല? ക്രോസ് ആയിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു. നമുക്ക് എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് രാവിലെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വൈകിട്ട് ചിലപ്പോൾ മെമ്മറിയിൽ കാണത്തില്ല. അതിനുള്ള പോംവഴികളും ഓരോരോ കാര്യങ്ങളൊക്കെ സാർ വളരെ വ്യക്തമായിട്ടും നല്ല രീതിയിൽ മടുപ്പ് തോന്നാത്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തന്നു. താങ്ക് യു. എല്ലാവർക്കും അറിയാമല്ലോ ക്ലാസ്സിലൊക്കെ പോകും. പക്ഷേ അങ്ങനെയൊന്നും തോന്നിക്കാതെ നല്ല രീതിയിൽ തന്നെ സാർ ക്ലാസ് എടുത്തു വരും. മൈൻഡ് ആൻഡ് പവർ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് സാറിന് ക്ലാസ് എടുത്തത്. എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കി എല്ലാവരും എൻജോയ് ചെയ്തത്. പിന്നെ എല്ലാവർക്കും നല്ലൊരു അറിവ് കിട്ടി സാറിന് ഈ ക്ലാസ്സിലൂടെ തന്നെ. അല്ലല്ല, സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. അതല്ല, ഞാൻ ഓപ്പണായിട്ട് സാറ് വന്ന് കണ്ടില്ല. അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് കാര്യം മെമ്പർ എങ്ങനെ കൂട്ടാറുണ്ട്? മെമ്പറുടെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എന്തിന്?